ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമയം നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കർത്താവ് തന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. അല്പസമയത്ത് ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. യെശയ്യാവ് 60:1-2. എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാര ഭൂമിയെ കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേൽ യഹോവ ഉദിക്കും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക. ദൈവത്തിന് വേണ്ടി നമ്മൾ എഴുന്നേൽക്കുക എന്നാണ് ദൈവത്തിന്റെ വചനം ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിച്ചതുപോലെ അന്ധകാരത്തിൽ കിടന്ന നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് കർത്താവ് വിളിച്ച് വേർതിരിച്ചത് കർത്താവിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ്. നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ, നമുക്ക് തന്ന അത്ഭുതങ്ങളെ, ഹല്ലേലൂയ, മറ്റുള്ളവരോട് നമ്മൾ സാക്ഷ്യങ്ങളെ പറയുവാന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒതുങ്ങിയിരിക്കുവാനല്ല, നമ്മൾ മടുത്തു പോകുവാനല്ല, നമ്മൾ ക്ഷീണിച്ചു പോകുവാനല്ല, നമ്മുടെ ഭാരപ്പെട്ടിരിക്കുവാനുള്ളവരല്ല. കഷ്ടതയുടെ നടുവിൽ നമ്മൾ എഴുന്നേറ്റ് ദൈവത്തോട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ നമ്മളെയും കർത്താവ് അനുഗ്രഹമാക്കി തീർക്കും. നമുക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ മേൽ പ്രകാശമുണ്ട്. കർത്താവ് നമുക്ക് ഓൾറെഡി തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. എവിടെയാണ് നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടത്? അടുത്ത വചനം പറയുകയാണ്, അന്ധകാര ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. ചില അന്ധകാരമുള്ളിടത്ത്, ചില കൂരിരുട്ടുള്ളത്, ചില ജാതികളുടെ മുമ്പിൽ ദൈവത്തെ അറിയാതെ കിടക്കുന്ന ഒതുങ്ങിപ്പോകുന്നവരുടെ മുമ്പിൽ നമ്മൾ ചെല്ലണം. നമ്മുടെ സാക്ഷ്യങ്ങൾ അവരോട് സംസാരിക്കണം. നമ്മുടെ ദൈവത്തെക്കുറിച്ച് അവരോട് സംസാരിക്കണം. സംസാരിക്കുമ്പോൾ നമ്മളോട് മറുപടി തരുന്ന ഒരു ദൈവമുണ്ടെന്ന് അവരോട് സംസാരിക്കണം. അതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. അന്ധകാരമുള്ളിടത്ത്, ഹല്ലേലൂയ സ്തോത്രം, കൂരിരുട്ടുള്ളിടത്ത് ചില ജാതികളുടെ മുമ്പിൽ ദൈവത്തെക്കുറിച്ച് സംസാരിക്കണം. ഹല്ലേലൂയ. ഇവിടുത്തെ അടുത്ത എഫേസ്യർ 8:8 പറയുന്നു, ഹല്ലേലൂയ 5:8 പറയുകയാണ്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. ഒരു കാലത്ത് നമ്മളും അന്ധകാരത്തിലാണ് കിടന്നത്, നമ്മളും കൂരിരുട്ടിലാണ് കിടന്നത്. പക്ഷെ കർത്താവ് നമ്മളെ കണ്ടു വിളിച്ച് വേർതിരിച്ച് ഈ കർത്താവാകുന്ന വെളിച്ചത്തിൽ നമ്മളെ കൊണ്ടുവന്നത് എന്തിനാ? ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകുവാനാ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തുള്ളവരായി നടക്കണം. കർത്താവിന് ഇഷ്ടമുള്ളത് എന്താണ്? കർത്താവിന് ഹിതമുള്ളത് എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ ഹിതം അനുസരിച്ച് നമ്മൾ ഓരോ സ്റ്റെപ്പ് വിശ്വാസത്തോടെ വെക്കുമ്പോൾ ദൈവം നമ്മുടെ മേലും അനുഗ്രഹങ്ങളെ തരും. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, വെളിച്ചത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാ? സകല സൽഗുണം, നീതി, സത്യം. നീതി വിട്ട് പെരുമാറരുത്, അനീതിയിലേക്ക് നമ്മൾ പോകരുത്. ഹല്ലേലൂയ. സൽഗുണം, സത്യം, ദൈവത്തിന് വേണ്ടി മാത്രം നമ്മൾ നിൽക്കണം. ലോകത്തിന് വേണ്ടി പോകരുത്, ലോകത്തിന്റെ പുറകെ ഓടരുത്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നമ്മൾ ഓടാനാണ് ദൈവം ഇവിടെ പറയുന്നത്. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്രേ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ലോകത്തുള്ള ആൾക്കാർ പല സംസാര രീതി നമ്മുടെ അടുത്ത് വരുമ്പോൾ അവയെ നമ്മൾ ശാസിക്കാനാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, കർത്താവിന്റെ വെളിച്ചം നമ്മുടെ ഉള്ളിലും നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വരും. എന്താണ് ചെയ്യുന്നത്? കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊണ്ട് ഹല്ലേലൂയ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കള് ഹല്ലേലൂയ ആത്മീക ഗീതങ്ങൾ ആ ഭവനത്തിലുണ്ട്. തമ്മിൽ സംസാരിക്കുന്ന ദൈവത്തിന് ഹിതമുള്ളത് മാത്രമാണ്. സ്തുതികളുണ്ട്, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഹല്ലേലൂയ സ്തോത്രം, സ്തുതികളാൽ നമ്മൾ മറുപടി കർത്താവിന് നൽകിയാണ്. ഹല്ലേലൂയ. ഇവിടെ അടുത്ത വചനം പറയുകയാണ്, ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ഇവിടെ പറയുകയാണ്, ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് എല്ലാം എപ്പോഴും നമ്മൾ സ്തോത്രം ചെയ്യുന്നവരാകണം. ഹല്ലേലൂയ. അതാ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. ദൈവത്തിന്റെ ചിറകടിയിൽ നമ്മളെ മറയ്ക്കണം. ദൈവത്തിന്റെ നിഴൽക്കീഴിൽ നമ്മൾ പാർക്കുകയും ചെയ്യണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഓരോ ദിവസവും കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്യണമെന്നാണ് ദൈവം പറയുന്നത്. ഹല്ലേലൂയ. ആ ഉപകാരങ്ങൾ, ഹല്ലേലൂയ, ആ സ്തോത്രം, കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്ത് ഇന്ന് ഈ കർത്താവാകുന്ന പ്രകാശത്തിലേക്ക്, ഈ വെളിച്ചത്തിലേക്ക് നിങ്ങളെയും കർത്താവ് ഹല്ലേലൂയ നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ആമേൻ.